നമസ്കാരം. ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വട്ടിപ്പലിശക്കാർ തഴച്ചു വളരുന്നത് പോലീസിന്റെ ഒത്താശയോടെയെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. സ്ത്രീകൾ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള കൊള്ളപ്പലിശ സംഘങ്ങൾ കേരളത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും എം.പി. ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. നാഷണൽ സർവീസ് സ്കീം സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയിൽ നിർമ്മിച്ച മൂന്നാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. സ്നേഹക്കൂട് പദ്ധതി നടപ്പാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NSS യൂണിറ്റുകൾ മുൻകൈയെടുത്ത് പൊതുജനങ്ങളുടെ സഹായത്തോടെ. വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപം പാചകവാതക ടാങ്കർ ചോർന്നത് പരിഭ്രാന്തി പരത്തി. ഒഴിവായത് വൻ ദുരന്തം. സംഭവം ഇന്നലെ വൈകിട്ട് 6 മണിയോടെ. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൂടെ ചോർച്ചയടച്ച് ടാങ്കർ കഞ്ചിക്കോട്ടെ BPCL പ്ലാന്റിലേക്ക് മാറ്റി. 16-കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ 60-കാരൻ അറസ്റ്റിൽ. കുന്നംകുളം പോലീസിന്റെ പിടിയിലായത് തൃശൂർ പെങ്ങാമുക്ക് സ്വദേശി അബൂബക്കർ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വാർത്തകൾ വിശദമായി. വട്ടിപ്പലിശക്കാർ തഴച്ചു വളരുന്നത് പോലീസിന്റെ ഒത്താശയോടെയെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ബ്ലേഡ് മാഫിയയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കിടെ മരിച്ച കുഴൽമന്ദം സ്വദേശിയായ KSRTC കണ്ടക്ടർ കെ മനോജിന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം.പി. സ്ത്രീകൾ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും എം.പി. കുറ്റപ്പെടുത്തി. തൊഴിൽ രഹിതരായവരെയും നിർധനരെയും ചൂഷണം ചെയ്തുകൊണ്ടാണ് ബ്ലേഡ് മാഫിയകൾ ആധിപത്യം സ്ഥാപിക്കുന്നതെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരാതി നൽകിയിട്ടും പോലീസ് നടപടികൾ സ്വീകരിക്കുന്നില്ല. ഒരു വിഭാഗം പോലീസ് വട്ടിപ്പലിശക്കാർക്ക് ഒത്താശ ചെയ്യുകയാണ്. മാഫിയകൾ സാധാരണക്കാരായ ആളുകളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള കൊള്ളപ്പലിശ സംഘങ്ങൾ കേരളത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എം.പി. പറഞ്ഞു. ഇത്തരം വട്ടിപ്പലിശക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ പൊതുവെ കൊള്ളപ്പലിശക്കാരുടെ വലിയ തോതിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ പോലീസ് സംവിധാനം അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് KSRTCയുടെ ജീവനക്കാരൻ കൂടിയായ ശ്രീ മനോജിൻ്റെ മരണം. ഈ മരണത്തിന് മുമ്പേ ക്രൂരമായ മർദ്ദനത്തിന് മനോജ് പലതവണ ഇരയായതായിട്ടാണ് അവരുടെ കുടുംബം പറയുന്നത്. മാത്രമല്ല, അവരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മയെ ഭീഷണിപ്പെടുത്തുക, അതുപോലെ കൊടുവായൂർ പോയി അവിടെ ഉള്ള സഹോദരിയെയും ഭർത്താവിനെയും ഭീഷണിപ്പെടുത്തുക, കൊല്ലുമെന്നും ഇല്ലാതാക്കുമെന്നുള്ള പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട്. DCC പ്രസിഡന്റ് എ. തങ്കപ്പൻ, KPCC അംഗം C. പ്രകാശ്, കുഴൽമന്ദം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് IC ബോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണൻ, മാത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, ഉദയപ്രകാശ്, പ്രതീഷ് മാധവൻ, A. സുരേന്ദ്രൻ, V. പ്രമോദ് എന്നിവരും എം.പിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറയിൽ സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയിലെ മൂന്നാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ യൂണിറ്റുകൾ മുൻകൈയെടുത്ത് പൊതുജനങ്ങളുടെ സഹായങ്ങളും സംയോജിപ്പിച്ചാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ സ്നേഹക്കൂട് പദ്ധതി നടപ്പാക്കുന്നത്. സാങ്കേതികമായ കാരണങ്ങളാൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ഭാഗമായ മറ്റ് വകുപ്പുകളുടെയും സുമനസ്സുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഉത്തരവാദിത്തമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായാണ് എല്ലാവർക്കും വീടെന്ന ആശയത്തിൻ്റെ ഭാഗമാകാൻ NSS തീരുമാനിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും നല്ല രീതിയിൽ വളർത്തിയെടുത്ത് സമൂഹത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ സംഭാവനകൾ നൽകിയ NSSന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മനുഷ്യരുടെ നന്മ ചേർത്ത് വെച്ചുകൊണ്ട് അതിജീവിക്കാൻ കഴിയുമെന്ന മഹാമാതൃക സൃഷ്ടിച്ചു കൊടുത്ത ഒരു സംസ്ഥാനമാണ് നമ്മൾ. അതുകൊണ്ടാണ് കേരള സംസ്ഥാനവും കേരളീയ സമൂഹവും മുന്നോട്ട് വച്ചിട്ടുള്ള എല്ലാവർക്കും വീട് എന്ന ആശയത്തിന്റെ ഭാഗമാകാൻ NSS തീരുമാനമെടുത്തത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ
സാമൂഹ്യ പ്രതിബദ്ധതയും സേവന താൽപര്യങ്ങളും നല്ല രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ അനുപമമായിട്ടുള്ള ഒരുപാട് സംഭാവനകൾ നൽകിയ പ്രസ്ഥാനമാണ് നമ്മുടെ NSS. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ജില്ലയിലെ 116 യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് നടത്തിയ സ്ക്രാപ്പ് ചാലഞ്ച്, ബിരിയാണി ചാലഞ്ച്, വിവിധ ഉൽപ്പന്ന നിർമ്മാണ വിതരണ ചാലഞ്ചുകൾ തുടങ്ങി വിവിധ മാർഗങ്ങളിലൂടെ സുമനസ്സുകളുടെ സഹായ സഹകരണം കൊണ്ടാണ് തുക സമാഹരിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSEBയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഊർജ്ജ സംരക്ഷണ പരിപാടികൾക്ക് പറളി BRCയിൽ തുടക്കമായി. സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കരുതാം ഊർജ്ജം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പരിപാടികളുടെ 1ാം ഘട്ടത്തിനാണ് പറളി BRCയിൽ തുടക്കമായത്. GVHSS പത്തിരിപ്പാല, GHSS മങ്കര, പറളി ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി 8ാം ക്ലാസ്സിലെ 30ഓളം വിദ്യാർത്ഥികളാണ് ക്ലാസ്സിൽ പങ്കെടുത്തത്. ഊർജ്ജ സംരക്ഷണത്തിന്റെ ആവശ്യകത എന്താണെന്ന ചോദ്യത്തോടുകൂടിയാണ് ക്ലാസ് തുടങ്ങിയത്. ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള പാഠഭാഗങ്ങൾക്ക് അനുയോജ്യമായുള്ള കാര്യങ്ങൾക്കാണ് ക്ലാസ്സിൽ പ്രാമുഖ്യം നൽകിയത്. ക്ലാസ്സിനു ശേഷം ഫീൽഡ് തലത്തിൽ സർവേ നടത്തുന്നതിനായി കാര്യങ്ങൾ വ്യക്തമാക്കി നൽകുകയും ചെയ്തു. KSEB പത്രിപ്പാല അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രേംകുമാർ ക്ലാസ്സിന് നേതൃത്വം നൽകി. ട്രെയിനർമാരായ നാഗരാജ്, ബ്യൂല എലിസബത്ത്, BRC കോർഡിനേറ്റർ പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപം പാചകവാതക ടാങ്കറിന് ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. അധികൃതരുടെ സമയോചിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. ശനിയാഴ്ച വൈകിട്ട് 6:15ഓടെയാണ് സംഭവം. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിൽ നിന്ന് സേലത്തേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റ് ടാങ്കറിനാണ് ചോർച്ചയുണ്ടായത്. ബുള്ളറ്റ് ടാങ്കറിൽ ചോർച്ചയുണ്ടായതറിഞ്ഞ് കഞ്ചിക്കോട് ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർ യൂണിറ്റ് എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. വാളയാർ പോലീസിന് ഗതാഗതം നിയന്ത്രിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ടോൾ പ്ലാസയിൽ നിന്ന് ഇരുവശത്തേക്കുമായി ഹൈവേയിൽ 10 കിലോമീറ്റർ ഗതാഗതം തടഞ്ഞു. ഇത്രയും ഭാഗത്ത് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തു. BPCLൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരെത്തി ചോർച്ച അടച്ചതോടെയാണ് അപകടാവസ്ഥ ഒഴിഞ്ഞത്. ഗ്യാസ് ഡിറ്റക്ടറിന്റെ സഹായത്തോടെ ചോർച്ച പൂർണ്ണമായി അടച്ചെന്ന് ഉറപ്പുവരുത്തി വാഹനം ട്രയൽ റൺ നടത്തി 8 മണിയോടെ കഞ്ചിക്കോടുള്ള BPCL പ്ലാന്റിലേക്ക് മാറ്റുകയായിരുന്നു. കഞ്ചിക്കോടിന് പുറമെ പാലക്കാട് നിന്ന് 2 യൂണിറ്റ് ഫയർ എഞ്ചിൻ കൂടി സ്ഥലത്തെത്തിയിരുന്നു. 2 ഫയർ എഞ്ചിനുകൾ മുന്നിലും 1 പിന്നിലുമായാണ് ടാങ്കർ സുരക്ഷിതമായി BPCLലേക്ക് എത്തിച്ചത്. വീണ്ടും വാതക ചോർച്ചയുണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ടാങ്കറിൽ നിന്ന് ഗ്യാസ് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി. പാലക്കാട് ജില്ലാ ഫയർ ഓഫീസർ T. അനൂപ്, കഞ്ചിക്കോട് സ്റ്റേഷൻ ഓഫീസർ TR രാകേഷ് എന്നിവരും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 16-കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ 60-കാരൻ അറസ്റ്റിൽ. തൃശൂർ പെങ്ങാമുക്ക് സ്വദേശി അബൂബക്കറാണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൂലിപ്പണിക്കാരനായ പ്രതി കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. തുടർന്ന് സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. സംഭവത്തിന് ശേഷം പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. ഇതോടെ കുട്ടിയുടെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി AIYF-ന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ധനശേഖരണാർത്ഥം മണ്ണൂരിൽ പായസ ചലഞ്ച് നടത്തി. പായസ ചലഞ്ചിന്റെ ഭാഗമായി 1400ഓളം കുടുംബാംഗങ്ങൾക്കാണ് പായസം വിതരണം ചെയ്തത്. ഇതിലൂടെ ലഭിക്കുന്ന തുക ഭവന നിർമ്മാണ പദ്ധതിക്കായി കൈമാറും. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 10 കുടുംബങ്ങൾക്ക് 5 സെന്റ് ഭൂമിയും വീടും വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി മണ്ണൂർ മേഖലാ കമ്മിറ്റി അതിൻ്റെ ധനശേഖരണാർത്ഥം പാലട ചലഞ്ചിലൂടെ അതിലേക്കുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ പാലട ചലഞ്ച് നടത്തുന്നത്. കൺവീനർ പിഞ്ചു, ചെയർമാൻ തങ്കപ്പൻ, PR രാജേഷ്, M ജയകൃഷ്ണൻ, KV ബാബു, സുനീർ, ഷൗക്കത്ത് അമീൻ, ഷൗക്കത്ത്, വിജയൻ, വാസുദേവൻ, മണി പറയങ്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണൂരിലെ AIYF സംഘടിപ്പിച്ച
പായസ ചാലഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഞങ്ങൾ 1400ഓളം കുടുംബങ്ങളിൽ നിന്നായി അതിൻ്റെ ഓർഡർ സ്വീകരിക്കുകയും ഇന്നത് മുഴുവൻ സപ്ലൈ ചെയ്യുകയും അത് നിന്നും കിട്ടുന്ന ലാഭവിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന വീട് വയ്ക്കുന്നതിനാവശ്യമായ. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. തൃശൂർ അരിമ്പൂരിൽ നിർമ്മാണ തൊഴിലാളിയായി എത്തിയ ഒരു ബംഗാളിയുണ്ട്. തൊഴിലിനൊപ്പം ശരീര സൗന്ദര്യം സംരക്ഷിച്ച് മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ കേരള പട്ടം വരെ നേടിയ ആളാണ് കക്ഷി. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സാമ്രാട്ട് ഘോഷ് എന്ന 20കാരനെ പരിചയപ്പെടാം. ഒപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, മിസ്റ്റർ കേരളയും ബംഗാളിയായി എന്ന് വിലപിക്കേണ്ട. മലയാള മണ്ണിനെ സ്നേഹിക്കുന്ന സാമ്രാട്ടിന് തുടർന്നുള്ള കാലം അരിമ്പൂരിൽ മലയാളിയായി ജീവിക്കാനാണ് ഇഷ്ടം. അരി വിളയുന്ന നാട് എന്നറിയപ്പെടുന്ന അരിപുരത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് അരിമ്പൂർ. ഈ നാട്ടിലേക്ക് 5 വർഷം മുമ്പ് കെട്ടിടം പണികൾക്കായി എത്തിയതാണ് വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശിയായ സാമ്രാട്ട് ഘോഷ്. കുന്നത്തങ്ങാടിയിലെ വാട്ടർ ടാങ്കിന് സമീപമാണ് താമസം. ജോലിക്കിടയിൽ ശരീര സൗന്ദര്യം സംരക്ഷിക്കാനും യുവാവ് കഠിന ശ്രമം നടത്തി. പ്രദേശത്തുള്ള ജിമ്മിൽ ചേർന്നു. ട്രെയിനർ അഖിലിന്റെ നേതൃത്വത്തിൽ ചിട്ടയായ പരിശീലനം. ജോലി സമയത്തെ ഇടവേളകൾ ഇതിനായി ഉപയോഗിച്ചു. കാപ്പ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ 65 കിലോ സബ് ജൂനിയർ വിഭാഗത്തിൽ അന്യസംസ്ഥാനക്കാരനായ സാമ്രാട്ട് ഘോഷ് മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ കേരള പട്ടവും കരസ്ഥമാക്കി. പരിശീലനത്തിനിടയിലും മേസ്തിരിയായി നിർമ്മാണം നടക്കുന്ന കെട്ടിടങ്ങളിൽ സാമ്രാട്ട് പണിക്ക് പോകുന്നുണ്ട്. സ്വന്തം നാട്ടിൽ 300 രൂപയും ഇവിടെ 1000 രൂപയുമാണ് കൂലിയെന്ന് സാമ്രാട്ട് പറഞ്ഞു. മാന്യമായ ശമ്പളം സമ്പാദ്യമാക്കിയും ശരീര സൗന്ദര്യം സംരക്ഷിച്ച് അംഗീകാരം നേടിയും മനം നിറഞ്ഞു നിൽക്കുന്ന സാമ്രാട്ട് ഘോഷിന് സ്വദേശത്തേക്ക് മടങ്ങാൻ ഇനി താൽപ്പര്യമില്ല. മലയാള മണ്ണ് തന്നെ ചേർത്ത് പിടിച്ചെന്നും ഇവിടം വിട്ട് മടങ്ങാൻ ഉദ്ദേശമില്ലെന്നുമാണ് യുവാവിന്റെ മറുപടി. സമ്രാട്ട് കേരളത്തിൽ വന്നത് 5 വർഷമായി. പിന്നെ ടേപ്പ് പണിക്കാര് മേസൺ പണി ചെയ്യും. മാക്സിമം 8 മണി ടു 9 മണി പോകും. ഇതിനിടെ സൗത്ത് ഇന്ത്യയിൽ നടന്ന സബ് ജൂനിയർ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പും സാമ്രാട്ടിനെ തേടിയെത്തി. ഇപ്പോൾ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യുവാവ്. അതിനുള്ള പരിശീലനവും തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രസവിച്ച ഉത്തരേന്ത്യൻ യുവതിയുടെ പ്രസവമെടുത്ത വടക്കാഞ്ചേരി പുല്ലാനിക്കാട് സ്വദേശിനി സുഹ്റാബിയെ ആദരിച്ചു. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരം. റെയിൽവേയിൽ ശുചീകരണ തൊഴിലാളിയായിരുന്ന സുഹ്റാബിയെ 60 വയസ്സായപ്പോൾ പിരിച്ചുവിട്ടു. അതിനുശേഷം താൽക്കാലിക ജീവനക്കാരിയായി തുടരുകയായിരുന്നു. 16 വർഷമായി തളർന്നു കിടക്കുന്ന ഭർത്താവും സുഹ്റാബിയും മാത്രമാണ് പുല്ലാനിക്കാട്ടെ വാടക കെട്ടിടത്തിൽ താമസം. ഇവരുടെ 3 പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ചു. തളർന്നു കിടക്കുന്ന ഭർത്താവിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സുഹ്റാബി റെയിൽവേയിൽ താൽക്കാലിക ക്ലീനിംഗ് ജോലിക്ക് പോകുന്നത്. ഇത് 2ാം തവണയാണ് സുഹ്റാബി റെയിൽവേ സ്റ്റേഷനിൽ പ്രസവമെടുക്കുന്നത്. മരിക്കുന്നതിനു മുമ്പ് ചെറിയ സ്ഥലവും വീടും സ്വന്തമാക്കണം എന്നതാണ് ഇവരുടെ ഏക സ്വപ്നം. എൻ്റെ ആരാ പറഞ്ഞ ഭാഗ്യദോഷമാവും. ഞാൻ മംഗലത്തിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ വീട് പോവാതിരിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ചക്കുപറമ്പ് ചന്ദ്രേൻ്റെയും കുട്ടേൻ്റെയും വീട്ടിൽ കഴുകുമ്പോൾ വരെ കോണി വെച്ചിട്ടിട്ട് കുരുമുളക് വരെ വലിച്ച് ജീവിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ജീവിച്ചോളാം ഞാൻ. ഇപ്പം ഈ അവസ്ഥയിൽ ഇപ്പോഴും എനിക്ക് ദൈവ ആരോഗ്യം തന്നെ ഉണ്ടല്ലോ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ, ഡിവിഷൻ കൗൺസിലർ ജിജി സാംസൺ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സുഹ്റാബി കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നൊരു സാധാരണ രീതിയിൽ ഒരു പ്രസവം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ എത്രമാത്രം ശ്രദ്ധിച്ചും ഒക്കെയാണ് ഹോസ്പിറ്റലൊക്കെ ഒരാഴ്ച മുമ്പ് അഡ്മിറ്റ് ചെയ്ത്
വേണ്ട സൗകര്യങ്ങൾ കൊടുത്തിട്ടൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പ്രസവം നടക്കുന്നത്. പക്ഷേ സൂറാബിയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ 2 സ്ത്രീകളുടെ പ്രസവം എടുക്കാൻ അവസരമുണ്ടായ ആളാണ്. അവസരമുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന് നിർബന്ധിതമായി തീർന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഗോപൂജ നടന്നു. കണയം ശ്രീ കാളിന്തി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് വിശേഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശവുമായാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കണയം ശ്രീകാളിന്തി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വിശേഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. മേൽശാന്തി കോമടത്തിലത്ത് കേശവ ശർമ്മ കാർമ്മികത്വം വഹിച്ചു. വിശേഷ പൂജകളും ഗോപൂജയുമുണ്ടായി. കാളിന്തി ബാലഗോകുലം രക്ഷാധികാരി ജയകൃഷ്ണൻ കാവുങ്ങൽ, ഭഗിനി പ്രമുഖ് ശീതൾ, ബാലമിത്രം ഹരിഗോവിന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണയം ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ പരമേശ്വരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് എ രാഘവൻ നായർ, സെക്രട്ടറി സി കൃഷ്ണദാസ്, ട്രഷറർ എ ശ്രീനാരായണൻ, പി രാവുണ്ണി, പി ഉണ്ണികൃഷ്ണൻ, കെ രാമദാസൻ, കെ ഉണ്ണികൃഷ്ണൻ, രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രോഗമറിഞ്ഞ് മരുന്ന് നൽകിയാൽ മനുഷ്യൻ്റെ മാത്രമല്ല മരത്തിൻ്റെ അസുഖവും മാറും. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്തെ ആൽമര മുത്തശ്ശിയുടെ ജീവനാണ് കൃത്യമായ ചികിത്സയിലൂടെ വീണ്ടെടുത്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ വെട്ടിമാറ്റാൻ തീരുമാനിച്ച മരത്തിലിപ്പോൾ പ്രത്യാശയുടെ തളിരിലകളാണ്. ഇല കൊഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാവുന്ന നിലയിലായിരുന്നു പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആൽമുത്തശ്ശി. ഇതോടെ ക്ഷേത്രം അധികൃതർ ആൽ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചു. മരത്തിന്റെ വലിയ ശിഖരങ്ങൾ മുറിച്ചിറക്കി. ഇതിനിടയിൽ ഒരു ചെറിയ തളിർ നാമ്പിട്ടു. ഇതോടെ ക്ഷേത്രം അധികൃതരും KFRIയിലെ ശാസ്ത്രജ്ഞരും ചേർന്ന് ആൽമുത്തശ്ശിക്ക് ചികിത്സ തുടങ്ങി. KFRIയിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു കൊണ്ടു. അവരൊന്ന് നോക്കിയപ്പോൾ ഈ ആലിനെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റിൽ ഇതിൻ്റെ തലയിൽ തൊട്ട് തന്നെ ശരിക്കും നമുക്ക് ചെറുപ്പത്തിൽ എണ്ണ ട്രീറ്റ്മെൻറ്റ് പോലെ ഈ നെറിയിൽ തളം വയ്ക്കുന്ന പോലെ ആലിന് മരുന്നുകളൊക്കെ കൊടുത്തു. കഴിഞ്ഞ കൊല്ലം വളർന്നു വന്നു. ഇക്കൊല്ലം വളരെ നല്ലോണം വന്നു. നല്ല പുതു നാമ്പുകളൊക്കെ വരുന്നുണ്ട്. അടുത്ത തൃശ്ശൂർ പൂരം ആകുമ്പോഴേക്കും 163ാമത്തെ പൂരം ആകുമ്പോഴേക്കും ഈ ആല് ശരിക്കും ഒരു സുന്ദരക്കുട്ടപ്പനായിട്ട് വരും. കൃത്യമായ ഇടവേളകളിലുള്ള ചികിത്സയിൽ കർക്കിടകപ്പെയ്ത്ത് ഒഴിഞ്ഞതോടെ തളിർനാമ്പുകളുടെ ശോഭയിൽ യൗവനം വീണ്ടെടുക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ആൽമരം. ആൽമരത്തിൻ്റെ അന്നത്തെ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ടവർ യൗവനം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ആൽമരം കണ്ട് ഇപ്പോൾ സന്തോഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വട്ടിപ്പലിശക്കാർ തഴച്ചു വളരുന്നത് പോലീസിന്റെ ഒത്താശയോടെ എന്ന് VK ശ്രീകണ്ഠൻ MP. സ്ത്രീകൾ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള കൊള്ളപ്പലിശ സംഘങ്ങൾ കേരളത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും MP. ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു. നാഷണൽ സർവീസ് സ്കീം സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയിൽ നിർമ്മിച്ച 3ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. സ്നേഹക്കൂട് പദ്ധതി നടപ്പാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NSS യൂണിറ്റുകൾ മുൻകൈയെടുത്ത് പൊതുജനങ്ങളുടെ സഹായത്തോടെ. വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപം പാചകവാതക ടാങ്കർ ചോർന്നത് പരിഭ്രാന്തി പരത്തി. ഒഴിവായത് വൻ ദുരന്തം. സംഭവം ഇന്നലെ വൈകിട്ട് 6 മണിയോടെ. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൂടെ ചോർച്ചയടച്ച് ടാങ്കർ കഞ്ചിക്കോട്ടെ BPCL പ്ലാന്റിലേക്ക് മാറ്റി. 16-കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ 60-കാരൻ അറസ്റ്റിൽ. കുന്നംകുളം പോലീസിന്റെ പിടിയിലായത് തൃശൂർ പെങ്ങാമുക്ക് സ്വദേശി അബൂബക്കർ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.